നമുക്കിന്ന് മാലിദ്വീപിലെ ഗുളിദ്വീപ് ചുറ്റിക്കറങ്ങിയാലോ? വരൂ, കണ്ണുകൾ കാണുന്ന കഥ പറയാം. ഞാനും എൻ്റെ വൈഫ് ആദവും കൂടിയാണ് ഇന്നത്തെ കറക്കം. വൈഫിന് ഓഫ് ഡ്യൂട്ടി ആയതുകൊണ്ടും എനിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടും വൈകുന്നേരം ഇവിടെ ചുറ്റിക്കറങ്ങാൻ കുറച്ച് സമയം കിട്ടി. നമ്മളെപ്പറ്റി പറയുകയാണെങ്കിൽ വൈഫ് മാലദ്വീപ്സ് ഗവൺമെൻറ് കീഴിൽ വരുന്ന ഹെൽത്ത് സെൻറ്ററിലെ രജിസ്റ്റേർഡ് നഴ്സാണ്. മാലിദ്വീപിലെ അധിക ഹെൽത്ത് സെൻറ്റേഴ്സിലും നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയുള്ള ട്രോപ്പിക് ട്രീ എന്ന 3 സ്റ്റാർ ഹോട്ടലിലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറായിട്ടാണ്. പിന്നെ നമുക്ക് 2 പേർക്കും കൂടി ഒരു കുഞ്ഞുവാവ ഉണ്ട് കേട്ടോ. പേര് സിയാര, നമ്മുടെ സ്വന്തം കുലുസു. വാവയെ വീട്ടിൽ വൈഫിൻ്റെ അമ്മയുടെ കൂടെ ആക്കിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കറക്കം. ഒരുപാട് സമയം കാണാനുള്ള ദൂരമൊന്നും ഇവിടെയില്ല. 1 മണിക്കൂർ ചുറ്റി കാണാവുന്നതേ ഉള്ളൂ. ചെറിയ ദ്വീപാണെങ്കിൽ പോലും ഈ ദ്വീപിൻ്റെ ഉള്ളിൽ സ്കൂൾ, ഹെൽത്ത് സെൻറ്റർ, മോസ്ക്, പോലീസ് ഡെസ്ക്, കൗൺസിൽ, കോർട്ട്, യൂത്ത് സെൻറ്റർ, പാർക്ക്, എക്സ്കർഷൻ സെൻറ്റർ, ബീച്ച്, പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളും ഉണ്ട്. പുതുതായി ഒരുപാട് ഗസ്റ്റ് ഹൗസുകളും ഇവിടെ പണിതീർന്നുകൊണ്ടിരിക്കുകയാണ്. സീസൺ ടൈം അല്ലെങ്കിൽ പോലും ഒരുപാട് ടൂറിസ്റ്റുകളും വേറെ ഐലൻഡിൽ നിന്നുള്ള ലോക്കലുകളും ഇവിടെ ദിവസവും എക്സ്പ്ലോർ ചെയ്യാനായി വരുന്നുണ്ട്. ഈ ദ്വീപിൽ വേറൊരു സംഭവം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8,96,00,000 മാലദ്വീപിയൻ റുപ്പി മുടക്കി 450 ദിവസം കൊണ്ട് തീർക്കാൻ ശ്രമിക്കുന്ന ഐലൻഡ് എക്സ്റ്റൻഷൻ. ഇതൊരു വമ്പൻ പ്രൊജക്റ്റാണ്. ഈ കാണുന്ന മുഴുവൻ ഒരു 5 മാസം മുമ്പ് കടലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയും വേഗത്തിലാണ് എക്സ്റ്റൻഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 5 വർഷം കൊണ്ട് ഇവിടെ ചെറുതും വലുതുമായ പുതിയ കെട്ടിടങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതിൽ ഒട്ടുമിക്കതും ഗസ്റ്റ് ഹൗസുകളും കഫ്റ്റേരിയകളുമായിരിക്കും. ഇവിടെയുള്ള ആൾക്കാർ എന്തിനും കേപ്പബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് മൾട്ടി ടാലൻറ്റഡ് പീപ്പിൾ. ഒരാൾ തന്നെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നത് കാണാം. കൂടാതെ അവർക്ക് ആർട്ട് വർക്കുകളിലും പ്രത്യേക കഴിവുകളുണ്ട്. ഈ കാണുന്നതിൽ പലതും ഇവർ തന്നെ പലതരം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തവയാണ്. ഏതൊരു സ്ക്രാപ്പ് ഐറ്റം കണ്ടാലും അതിനെ എങ്ങനെ മാലിദ്വീപിനെ പ്രദർശിപ്പിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. കടലിൽ നിന്ന് കിട്ടുന്ന കോറൽസ് പോലും വൃത്തിയാക്കി അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിലത് വിൽപ്പനയ്ക്കും വച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. സമയപരിധി ഉള്ളതുകൊണ്ടും വീണ്ടും ഡ്യൂട്ടിക്ക് കയറാൻ സമയമായതുകൊണ്ടും നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും പറഞ്ഞു നിർത്താം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.